സഭയും കുടുംബവും ദേശവും ഒക്കെ ഒരു വലിയ തകർച്ചയിലേക്കും ആത്മീക മന്ദതയിലേക്കും മയക്കത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. വ്യക്തിപരമായി ഓരോരുത്തരിലേക്കും നോക്കുമ്പോൾ ആത്മീക താല്പര്യവും കുറയുകയും ജഡീക താല്പര്യം വർദ്ധിച്ചു വരികയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. ആത്മീക മണ്ഡലത്തിലേക്ക് നാം നോക്കിയാൽ സഭാ നേതൃത്വങ്ങൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയും സ്വയം പ്രമാണിത്വവും സ്വന്തം താല്പര്യത്തിന് അനുരൂപമായി ജീവിക്കുന്ന സാഹചര്യവും അനേകരിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വളരെ പ്രാധാന്യമുളവാക്കുന്ന ഒരു വാക്യമാണ്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അതെ, ഉറക്കം നടിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന അനേക ആത്മീകരെ നമുക്ക് കാണുവാൻ കഴിയും. അപ്രകാരമുള്ള ആത്മീക ലോകത്ത് നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തമായ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്തെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷ, ദൈവവചനം അവരവർക്കിഷ്ടമുള്ളതുപോലെ വിവരിക്കുകയും അതിനെ വിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന അനേക വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനം അതിൻ്റെ ആത്മീക സത്യങ്ങൾ നമുക്കിഷ്ടമുള്ളതുപോലെ അതിൻ്റെ ഉപദേശപരമായ സത്യങ്ങൾ വിട്ട് അതിനെ വിശദീകരിക്കുവാനോ അത് ജനത്തിൻ്റെ മുമ്പിൽ ഇട്ട് കളയുവാനോ ഉള്ളതല്ല. പിന്നെ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ അത് ജീവിതത്തിൽ പ്രാപിക്കേണ്ടവണ്ണം പ്രാപിക്കുവാനും ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ അനുസരിക്കേണ്ടവണ്ണം അനുസരിക്കുവാനുമുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ അനേകർ അതനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പണമോഹത്തിനായിട്ടോ സ്ഥാനമോഹത്തിനായിട്ടോ അധികാരം നേടേണ്ടതിനായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപ്രഭാവം ഉണ്ടാക്കേണ്ടതിനായിട്ടോ പേര് വർദ്ധിപ്പിക്കേണ്ടതിനായിട്ടോ ഒക്കെ അനേകർ ഈ ദൈവവചനത്തെ ദുരുപയോഗം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ കാലഘട്ടത്തിലാണ് ദൈവമക്കൾ പ്രാർത്ഥിച്ച് ദൈവവചനത്തിൻ്റെ ശക്തിയിൽ ആത്മീക മൂല്യത്തിൽ നാം വളരേണ്ടുന്നത്. അതെ, 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു ഇരുണ്ട കാലഘട്ടം സമൂഹത്തിലുണ്ടായി. എന്നാൽ ആ കാലഘട്ടത്തിൽ അനേക ഭക്തന്മാർ ദൈവസന്നിധിയിലിരുന്നു കരഞ്ഞു, സ്വാർത്ഥത വെടിഞ്ഞു, ദൈവിക സമാധാനത്തോടെ ദൈവഹിതത്തിനായി കാത്തിരുന്നു. നാം ദൈവിക ശുശ്രൂഷയിലായിരിക്കുമ്പോൾ സ്വാർത്ഥതയോടെ എന്തെങ്കിലും നേടുക എന്നതിനേക്കാൾ ഉപരിയായി ആത്മാർത്ഥതയോടെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുക എന്നതാണ് പ്രാധാന്യം എന്ന് മറന്നു പോകരുത്. എന്നാൽ ഇന്ന് ആത്മീക ലോകത്തും ഭൗതിക ലോകത്തും ജഡിക സാഹചര്യങ്ങളിലും അനേകരെ നാം ശ്രദ്ധിക്കുമ്പോൾ സ്വാർത്ഥതയോടെ എന്തെങ്കിലും നേടുക, പണലാഭമുണ്ടാക്കുക, അങ്ങനെയുള്ള വർധനവുകൾ കാണിക്കുക എന്നുള്ള രീതിയിൽ പ്രഹസനം കൊണ്ട് അനേകരെ വീഴിക്കുന്ന ശുശ്രൂഷകളും പ്രവൃത്തികളും സഭകളും ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവവചനത്തിൻ്റെ ഐക്യതയിൽ ആത്മീക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചനം വണ്ണം വിശദീകരിക്കുവാൻ ദൈവാലോചനയ്ക്കനുസരണമായി സമർപ്പിക്കുവാൻ നാം തയ്യാറാകേണ്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നാം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉറക്കം ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കത്തക്കവണ്ണമുള്ള ആത്മാവിൻ്റെ അധികാരം നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ മെശിയ പ്രവചനം 52-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, സിയോനെ ഉണരുക ഉണരുക, നിൻ്റെ ബലം ധരിച്ചുകൊള്ളുക. അതെ, നമുക്കൊരു ബലം കർത്താവ് വച്ചിട്ടുണ്ട്. അത് ധരിച്ചുകൊണ്ട് ശത്രുവിനോട് പോരാടുവാൻ, ദുഷ്ടതയെ ചെറുത്തു നിൽക്കുവാൻ, വിശ്വാസത്തിൽ ശക്തി പ്രാപിപ്പാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ.